ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മണിയെയും ബാലമുരുകനെയും ഒരുമിച്ചിരുത്തി SITയുടെ നിർണായക ചോദ്യം ചെയ്യൽ ഇപ്പോൾ തിരുവനന്തപുരം ഈഞ്ചക്കൽ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ADGP H വെങ്കടേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:15 മണി എത്തിയത്. അഭിഭാഷകർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് എത്തിയിരിക്കുന്നത്. R അനന്തകൃഷ്ണനും ഒപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് ജിബിൻ ജെബിയും കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം R അനന്തകൃഷ്ണനിലേക്കാണ്. അനന്തൻ, SITയുടെ നിർണായകമായ നീക്കമാണ്. ഇതുവരെയുള്ള ഓരോ സംശയങ്ങൾ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം മുന്നിലേക്ക് പോകുന്നത്. മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും വ്യവസായിയും നൽകിയ വിവരം അനുസരിച്ച് അന്വേഷണ സംഘം എത്തിയ ഡിണ്ടിഗലിൽ നിന്ന് കണ്ടെത്തിയ മണി എന്ന വ്യക്തിയെയും അയാളുടെ സുഹൃത്തായ ബാലമുരുകനെയുമാണ് ഇപ്പോൾ SITയുടെ ഈഞ്ചക്കൽ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഈ രണ്ടു പേർക്കും ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് അന്വേഷണത്തിലെ വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്യും. മാത്രമല്ല, ഈ ഡി മണി ആണ് ഇവർ വ്യവസായി നൽകിയ വിവരത്തിലുള്ള ദാവൂദ് മണി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു കള്ളക്കടത്ത് സംഘത്തിലേക്കുള്ള ലിങ്കായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടെത്തലുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ജിബിൻ ജെബി കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഡി മണിയുണ്ട്, ബാലമുരുകൻ മുന്നിലുണ്ട്. ഇവരിൽ നിന്നൊക്കെ നിർണായകമായ ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ അതിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഉത്തരം കൂടിയായിരിക്കും ലഭിക്കുക. കാരണം ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തി എന്നുള്ളതിന്റെ തെളിവുണ്ട്. അത് അന്വേഷണ സംഘം തെളിയിച്ചതുമാണ്. അതുപോലെ ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിച്ചാണ്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഈ സ്വർണം വേർതിരിച്ചെന്നതിന് ശേഷം ഈ സ്വർണം പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്, ആ ഒരു ചോദ്യത്തിനാണ് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തത്. അതിനുള്ള ഒരു നിർണായക ചോദ്യം ചെയ്യലാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 10:15 കൂടിയാണ് ബാലമുരുകനും ഭാര്യയും അതുപോലെ ഡി മണിയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരോടൊപ്പം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഹാജരായത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. 10:15 കൂടി ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പിന്നീട് 11:15 കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷ് കൂടി ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നീട് ഏകദേശം 1 മണിക്കൂറോളം ആദ്യഘട്ടത്തിൽ ഡി മണിയെ ചോദ്യം ചെയ്തു. പിന്നീട് ഡി മണിയെ പുറത്തേക്ക് ഇറക്കിയതിനു ശേഷം ബാലമുരുകനെ അകത്തേക്ക് കയറ്റി ചോദ്യം ചെയ്തു. പിന്നീട് വീണ്ടും ബാലമുരുകനെ പുറത്തേക്ക് ഇറക്കിയ ശേഷം ഡി മണിയെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച ശേഷം H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് അല്പസമയം മുമ്പാണ് മടങ്ങുകയും ചെയ്തത്. ഇപ്പോഴും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള SP ശശിധരന്റെയും ബിജുയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവർ രണ്ടുപേരെയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജ, ശരി. ജിബിൻ ജെബി ആണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.